മറ്റൊരു കാണുന്നില്ല. ഇതേതാ സൈഡ്? അപ്പുറത്തോ ഇപ്പുറത്തോ? ഞാൻ അപ്പുറത്താ വന്നിരിക്കാവുന്ന. മതി, ഇനിയിപ്പോ അത് ഇട്ടാല് കഴിക്കാൻ കൊറേ സമയം എടുക്കും. എന്നെയോ ഇങ്ങനെ നടന്നിട്ടാ? സാർ നിങ്ങളെ വീട്ടില് പണിക്കുന്നാണെന്ന് പറഞ്ഞത്. എന്റെ ചാവി ഇട്ടിട്ടില്ല. അടഞ്ഞിട്ടില്ല. ഓഹോ മനുഷ്യ മേഡം. അങ്ങനെ നമ്മള് രണ്ടാളും കൂടി മുപ്പത്തിന്റെ സ്കൂളിലേക്ക് പോന്നാട്ടാ. ഞാൻ ബെൽറ്റ് ഇട്ടിക്കില്ല. നമ്മളങ്ങനെ സിറ്റിയിലോട്ട് ഇറങ്ങൂല. എടുത്തു ഇതിന്റെ സാധനം. ഇതിന്റെ സുന കാണുന്നില്ലല്ലോ. ഓക്കെ, മഴ. ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇല്ലേ വലിയ തണുപ്പൊന്നുമില്ലേനു. ചെറിയൊരു ചൂടില്ല, ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തണുപ്പ് തുടങ്ങി. ഇന്ന് രാവിലെ സമയത്തേറി 3 മണിന്റെ ഇരുടെ ഇങ്ങളീ കാണുന്നത്. ഇനിയിപ്പം അങ്ങോട്ട് തണുപ്പ് വരുമ്പോൾ തോറും വേഗം വൈകുന്നേരം വേഗം ഇല്ലാണ്ടാവും. മോന്തി വേഗമാവും. അതാണ് അവസ്ഥ. ഇതേട്ടാ നമുക്ക് കഥയ്ക്ക് ശരിക്കും ഒരു യൂറോപ്പിൽ പോയൊരു ഫീലാണ്. ഇവിടുത്തെ മരങ്ങളും ഓട്ടം മറ്റേ ആ ഒരു ഇതുണ്ടല്ലേ, ആ ഒരു സീസൺ പോലത്തെ സംഭവം തുടങ്ങാനായിടാ. അതുകൊണ്ട് മരത്തിന്റെ കളറിൽ നോക്കിയിട്ട് നിങ്ങൾ ഈ ഇലന്റെ കളറിൽ ഇങ്ങനെ മാറാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഉസ്ബെക്കിലും അതുപോലെ തന്നെ ജോർജിയ, അർമീനിയ ആടെല്ലാം പോയൊരൊന്നും ഒരു യൂറോപ്യൻ ഫീൽ കിട്ടിയില്ല. അതേസമയം റഷ്യയിൽ പോയപ്പോൾ മോസ്കോയിൽ ഒരു യൂറോപ്യൻ ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തുർക്കി ഇസ്തംബൂളിലും ഒരു യൂറോപ്യൻ ഫീൽ ഉണ്ട്. പക്ഷെ അതിന് ശേഷം കസാക്കിലെത്തിയപ്പോഴാണ് വേറെ തന്നെ ഒരു കോലം. നമ്മുടെ ഡ്രൈവർ പൾബർ വളരെ വേഗതയിൽ പോകുന്നുണ്ട്. എത്ര കൊല്ലം ഇവിടുത്തെ ലൈസൻസ് കിട്ടിയിട്ട്? 5-6 വർഷമായി. അല്ല 7 വർഷമായി. മൂപ്പത്തി കസാക്കിസ്ഥാനിൽ പറപ്പിച്ചോടും, പക്ഷെ നാട്ടിൽ വണ്ടി ഓടിക്കൂല. പേടിയാ? നാട്ടിൽ ലൈസൻസ് ഇല്ല. അതല്ല, ഇന്ത്യയിൽ ഓടിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ ഏടെ ഓടിക്കുകയാണ്. കാരണം ഇവിടെ 1 വേ ആണെങ്കിൽ അവിടെ 2 വേ ആയിരിക്കും. 2 വേയിലോട്ട് 1 വേയും പോവും, 1 വേയിലോട്ട് 2 വേയും പോവും. അവിടെ എന്തും പോവും. അപ്പൊ ഇതാ നമ്മള് തല എത്തിയട്ടാ. നമ്മളെ ബാനുഷാന്റെ വീട്ടിലൊരു സംഭവം ഉണ്ട്. ഇതാണ് ഇവരെ ആവിക്കൊളി. ഇതിപ്പോ എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇത് 36 ഏകദേശം 2 മണിക്കൂർ എടുക്കും പോലും. ഇതെങ്ങനെ ഇവിടെ എവിടെ കത്തിക്കുക? ഈ കല്ല ഇതെന്ത് സംഭവം? ഇത് കല്ലിന്റെ ചൂടാവും. ആ ചൂടിലേക്ക് ഓണാക്കിയിടും. അപ്പോ 2 മണിക്കൂർ കഴിയുമ്പോ